സഭ നിലനിൽക്കുന്നത് ഈ പ്രശ്നങ്ങളുടെ മധ്യയാണ്. കർത്താവ് വരുന്നവരെ സഭയോടും ദൈവജനങ്ങളോടുമുള്ള പ്രശ്നങ്ങൾ നാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. और आज भी कलीसिया इस प्रकार की समस्या के बीच में है, और जब तक मसीह आएगा नहीं तब तक इस प्रकार की समस्या हमें सामना करना पड़ेगा. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ മധ്യേ സഭ നിൽക്കുന്നത് ജീവിക്കുന്ന ദൈവത്തെ ഉയർത്തി കാണിക്കുവാനായിട്ട് കർത്താവ് സഭയെ നിലനിർത്തിയിരിക്കുകയാണ്. और इस कलीसिया के बीच में, इस समस्याओं के बीच में परमेश्वर ने कलीसिया को इस कारण खड़ा रखा है ताकि जीवित परमेश्वर को कलीसिया दिखा पाए. അപ്പോൾ സഭ ഒരിക്കലും മറന്നു പോകരുത് കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ. അങ്ങനെ കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ കർത്താവ് തനിക്ക് വേണ്ടിയുള്ള ജനങ്ങളെ വേർതിരിക്കുകയും കർത്താവിന്റെ മഹത്വത്തിനായി നമ്മളെല്ലാം ഉപയോഗിക്കുവാൻ കഴിയും. और इसलिए कलीसिया कभी भी परमेश्वर को जो महिमा देना चाहिए उस बात को भूलना नहीं चाहिए. और जब हम परमेश्वर को जो महिमा देना है वो जब हम देंगे तब परमेश्वर उसकी नाम की महिमा के लिए हमें उपयोग कर पाएगा. ഗാന്ധിധാമിലും ഈ സഭയിൽ കൂടെ കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായി ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. और परमेश्वर इस गांधीधाम कलीसिया के द्वारा करने वाले हर सेवकाई के प्रति मैं परमेश्वर को धन्यवाद करते हुए आगे की ओर बढ़ता हूँ. അപ്പോൾ 25-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ബർന്നബാസും സൗലും യെരുശലേമിൽ പോയി ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുന്നതായി നാം വായിക്കുന്നു. 12:25. 12वीं अध्याय उसकी 25वीं वचन जब हम पढ़ते हैं तो इस पर लिखा है कि जब बरनबास और शाऊल अपनी सेवा पूरी कर चुके तो यूहन्ना को जो मरकुस कहलाता है साथ लेकर यरूशलेम से लौटे. അപ്പോൾ അവര് അന്ത്യോക്യ സഭയിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്. और वो अभी अंत्योक्या की कलीसिया में आ पहुंचे हैं. അപ്പോൾ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ സമാധാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ സന്തോഷത്തിൽ നാം ആയിരിക്കുമ്പോൾ അത് പോരാ എന്നുള്ള ഒരു അവസ്ഥ അന്ത്യോക്യ സഭയിൽ അവിടെ നാം കാണുന്നു. देखिए, एक सेवकाई खत्म करने के बाद जब लौटे तब उसके खुशी की अवस्था या आनंद मनाने वाली उस अवस्था में जब रहते हैं तब इतना काफी नहीं है करके एक विचारधारा वहां होते हुए हम देखते हैं. അപ്പോൾ അന്ത്യോക്യ സഭയെ കുറിച്ച് നാം ഇവിടെ കാണുമ്പോൾ പ്രോഫറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ്, പ്രവാചകന്മാരും ഉപദേഷ്ടകന്മാരും ഉണ്ടായിരുന്നു നാം വായിക്കുന്നു ഇവിടെ. और देखिए, उस अंत्योक्या की कलीसिया के बारे में जब हम देखते हैं तो वहाँ भविष्यद्वक्ताएं और उपदेशक थे करके हम देखते हैं. അപ്പോൾ ഇന്നത്തെ സഭയിലും എല്ലാ സഭകളിലും പ്രവാചകന്മാരും അത് ഉപദേഷ്ടാക്കന്മാരും ആയിരിക്കേണ്ടതല്ലേ, ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നുള്ളത് ഒരു മോഡലായിട്ട് അവിടെ നാം കാണുന്നു. और आज की कलीसिया में और हर कलीसिया में भविष्यद्वक्ताएं और उपदेशक होना चाहिए करके एक आदर्श हमारे लिए यहाँ लिखा रखा हुआ है. പലപ്പോഴും നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ ഇൻവൈറ്റ് ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ലോക്കൽ സഭകളിൽ അങ്ങനെയുള്ള ഒരു സ്ഥാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഇല്ലാത്തത് കൊണ്ടാണ്. और अक्सर हमें अन्य जगहों से इस प्रकार के लोगों को निमंत्रण देना पड़ता है, कारण लोकल कलीसिया में इस प्रकार की सेवक लोग नहीं है. എന്ത് തന്നെ ആയിക്കോട്ടെ, നാം ഇവിടെ നോക്കുമ്പോൾ അവര് there was a hunger for God's presence in Antioch church എന്നാണ് ആദ്യമായിട്ട് നാം കാണുന്നത്. और देखिए, कुछ भी क्यों ना हो, पहले वचन में हम देखते हैं कि अंत्योक्या के कलीसिया में परमेश्वर की उपस्थिति के लिए एक भूख उस कलीसिया में था. It's very important that we as a church we don't lose the hunger for God's presence. कलीसिया होने के नाते परमेश्वर के प्रति एक भूख होना बहुत जरूरी है. എന്താണ് അവിടെ നാം കാണുന്നത്? वहां हम क्या देखते हैं? അവരെല്ലാവരും കൂടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിനോട് അവര് അല്ലെങ്കിൽ they were seeking the Holy Spirit for a particular task എന്ന് നാം അവിടെ കാണും. हम देखते हैं कि वे उपवास सहित परमेश्वर से एक पवित्र आत्मा को एक प्रत्येक विषय के ऊपर वे इच्छा कर रहे थे. ഇപ്പോൾ യെരുശലേമിലെ മിനിസ്ട്രി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം നമുക്ക് സ്വസ്ഥമായി ഇരിക്കാവുന്ന അവിടെ സഭ ഇരുന്നില്ല. और इस प्रकार वे विचार में नहीं रहे कि अभी तो हम इस यरूशलेम में सेवकाई करके लौटे हैं, अभी कुछ दिन आराम से बैठेंगे. വന്ന ഉടനെ അവര് ഉപവാസവും പ്രാർത്ഥനയും ദൈവ ആരാധനയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിക്കാനായി. और जैसे वो लौटे
तो वे तुरंत उपवास में परमेश्वर में के सम्मुख में समय बिता रहे थे। क्यों? क्योंकि पवित्र आत्मा के द्वारा आगे की नियुक्ता पाने के लिए। നമ്മുടെ സഭകളിൽ ഉപവാസമുണ്ട്, എന്നാൽ പലപ്പോഴും ഉപവാസത്തെക്കുറിച്ച് വിമർശിക്കുന്നവരുമുണ്ട്. और हमारे कलीसिया में उपवास तो है, मगर उपवास के बारे में विरुद्ध रहने वाले कहने वाले बातें भी है, लोग भी है। പലരും പറയുന്നു അത് പഴയ നിയമത്തെ ഒരു 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 നിയമങ്ങളാണ്, നമുക്കതിന്റെ ആവശ്യമില്ല എന്നുള്ള ചിന്തയുള്ളവരും ഉണ്ട് ഇതിലേക്ക്. इस प्रकार कुछ लोग कहते हैं कि उपवास पुराने नियम की बात है और हमारे लिए वो जरूरत नहीं है करके मानने वाले लोग भी हैं। എന്നാൽ ഇത് നാം നോക്കുമ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് എടുക്കപ്പെട്ടതിന് ശേഷമുള്ള സഭയുടെ അല്ലെങ്കിൽ ആദ്യത്തെ സഭയുടെ ഒരു അനുഭവമായിട്ടാണ് നാം കാണുന്നത് ഇവിടെ ഉപവസിക്കുന്നതിനെ കുറിച്ച്. मगर यहाँ देखिए, यहाँ उपवास करने वाला जो अनुभव है, मसीह संसार में आने के बाद स्वर्ग में उठा लिए जाने के बाद पहले कलीसिया में पाए जाने वाली एक अनुभव है ये। അപ്പോൾ പ്രത്യേക ഒരു നിയോഗത്തിനു വേണ്ടി ജനം ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ടീച്ചിങ് നാം ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നു. और खास करके उपवास करना, प्रार्थना करना कलीसिया के लिए जरूरी है करके एक उपदेश हम इस वचनों में से सीख सकते हैं। ഇന്നും ആ നിയമങ്ങൾക്ക് മാറ്റമില്ല. ഏതു സഭ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയിലും കടന്നു പോകുമോ അവിടെ ദൈവാത്മാവ് പ്രവർത്തിക്കുവാൻ കഴിയും. आज भी उस उपदेशों का कोई बदलावट नहीं है। जो कलीसिया उपवास और प्रार्थना के साथ आगे की ओर बढ़ती है, वे समस्या को सामना कर सकती है। അത് മാത്രമല്ല, നാം ഇവിടെ നോക്കുമ്പോൾ അത് സഭയായിട്ടുള്ള ഒരു ഉപവാസമായിട്ടാണ് നാം കാണുന്നത്. इतना केवल नहीं, हम जब यहाँ देखते हैं तो कलीसिया समेत एक उपवास की सभा है। പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ഉപവസിക്കാറുണ്ട്. अक्सर हमारे व्यक्तित्व काम के लिए, जरूरतों के लिए हम उपवास करते हैं അതിനകത്ത് നാം ജയം പ്രാപിക്കുന്നുമുണ്ട്. और उसके अंदर हम विजय प्राप्त करते हैं। എന്നാൽ സഭയായിട്ടുള്ള ഉപവാസ പ്രാർത്ഥനയുടെ ശക്തി വളരെ ഡിഫറെന്റ് ആണ്. അതിനകത്ത് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ എത്ര പേർ ഒരു സഭയിൽ വരും എന്നുള്ള ഒരു പ്രശ്നം എല്ലാ സഭകളിലും ഇന്നുണ്ട്. मगर कलीसिया सहित एक उपवास की प्रार्थना रखना या सभा रखना, वो एक बड़ी बात है और उसमें कितने लोग भाग लेंगे, उस प्रकार की समस्याएं और बातें आज भी खड़ी रहती है। എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗത്തിന് വേണ്ടി വളരെ ശക്തമായി ഉപവാസവും പ്രാർത്ഥനയിലും ആയിരിക്കുന്ന ഒരു സഭയെക്കുറിച്ച് നാം കാണുന്നു. और यहाँ हम एक कलीसिया को देखते हैं जो बहुत सामर्थ्य रूप से पवित्र आत्मा की उस नियुक्ति के लिए उपवास और प्रार्थना में लगे हैं। അപ്പോൾ ഒരു സഭയുടെ നിയോഗം അല്ലെങ്കിൽ സഭയുടെ ഒരു ഗൈഡൻസിനു വേണ്ടി സഭയായി ഉപവസിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണെന്നാണ് നാം ഇവിടെ കാണുന്നത്. और इसीलिए हम यहाँ से इस बात को समझ सकते हैं कि कलीसिया की नियुक्ति के लिए उपवास और प्रार्थना बहुत जरूरी है। എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാവർക്കും ജോലിയുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ പോട്ടെ എന്നുള്ള ഒരു നിലയിലല്ല ആദിമസഭ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം അനുസരിച്ച് ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയിൽ എങ്ങനെ കർത്താവ് പ്രവർത്തിക്കണം എന്നുള്ള വളരെ ഡീപ്പർ ഒരു ഹങ്കർ ദൈവസന്നിധിയിൽ ഈ സഭയ്ക്കുണ്ടായിരുന്നു. और सब लोग आशीष पा रहे हैं, इस प्रकार सब लोग खुश है, मंगल है, उस प्रकार के विचार से शांति से आगे नहीं बढ़ रहे हैं, मगर परमेश्वर की उस दिशा निर्देश के लिए, परमेश्वर की उस योजनाओं को, युक्तियों को समझने के लिए किस प्रकार आगे बढ़ना है करके एक भूख और एक प्यास इस कलीसिया के अंदर थी। നാം ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ और जब हम देखते हैं कि वो जब उस प्रकार प्रार्थना कर रहे थे, ഒരു സ്പെഷ്യൽ ഗൈഡൻസ് അവിടെ ഉണ്ടാകുന്നതായി നാം കാണുന്നു. हम वहां परमेश्वर के एक खास नियुक्ति या निर्देश उनके ओर आते हुए हम देखते हैं। The Holy Spirit said എന്നാണ് രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. दूसरे वचन में हम देखते हैं, पढ़ते हैं कि पवित्र आत्मा ने उनसे कहा। അപ്പോൾ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ഇന്നും സംസാരിക്കുവാൻ, സഭയോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. अर्थात पवित्र आत्मा आज भी कलीसिया से बात करना चाहता है। പാസ്റ്റർ സംസാരിക്കുന്നു, സത്യമാണ്. पासबान बात करता है, सही है। എൽഡേഴ്സ് സംസാരിക്കുന്നു, बुजुर्ग लोग बात करते हैं। എന്നാൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോഴാണ് സഭ എങ്ങനെ ഏത് അവസ്ഥയിലാകണമെന്ന് കർത്താവ് അവിടെ ഒരു ഗൈഡൻസ് കൊടുക്കുന്നതായി നാം വായിക്കും.
मगर जब पवित्र आत्मा बात करता है कि कलीसिया किस दिशा निर्देश की ओर चलना है करके, वहां हम पढ़ते हैं। Amen. There is a special guidance of the Holy Spirit, especially how they have to proceed further. और पवित्र आत्मा की एक खास दिशा निर्देश उस कलीसिया के लिए उपलब्ध था कि किस प्रकार वे आगे बढ़े। നാം ഇന്നായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സൂം എന്ന് പറയുന്ന ഒന്നും നമുക്ക് പണ്ട് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് ആരാധന മൊത്തം സൂമിനകത്താ. हम आज जो समय में आए हैं, जूम जो प्लेटफॉर्म है, वो एक समय था कि कोई नहीं जानता था, मगर आज सारे आराधनाएं उसी प्लेटफॉर्म के द्वारा होता है। നാം ടി വിക്കെതിരായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ടി വിയുടെ കൂട്ടുള്ള ഒരു സ്ക്രീനിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത് ഇപ്പോൾ ആരാധനയ്ക്ക്. एक समय था जब हम टीवी के विरुद्ध बात करते थे, मगर टीवी के समान एक स्क्रीन के सामने आज हम सब बैठे हैं। ഈ സ്ക്രീനിന്റെ പുറകിൽ ജനങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കർത്താവിനല്ലാതെ ആർക്കും അറിയത്തില്ല. और इस स्क्रीन के पीछे लोग क्या करते हैं करके केवल परमेश्वर के सिवाय और कोई नहीं जानता है। അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യസ്ത ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സഭയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്രത്യേക ഗൈഡൻസിന് വേണ്ടി നാം പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. इस प्रकार की परिस्थिति के बीच में पवित्र आत्मा किस प्रकार कलीसिया को निर्देश देकर आगे चलाना चाहता है, उस प्रकार की एक नींव बनाने के लिए हमें उपवास और प्रार्थना करके आगे बढ़ना जरूरी है। ഇവിടെ കാനഡയിൽ ഇപ്പോൾ കുറെയൊക്കെ ഫ്രീഡമായി 30% വരെ ആൾക്കാർക്ക് കൂടാന്ന് പറഞ്ഞാലും പലർക്കും ധൈര്യമില്ല ചർച്ചിലോട്ട് വരാൻ. और कनाडा में तो अभी थोड़ा आजादी हो गया है, 30% से लोग 30% लोग अभी केवल पीड़ित है इस महामारी के द्वारा। फिर भी लोग में एक हिवाव नहीं है कि वे कलीसिया में आके मिलकर परमेश्वर की आराधना करें। ചിലർ പറയുന്നത് അതിന്റെ വാക്സിൻ വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പോകാം. ചിലർ പറയുന്നത് വേറെ പല അഭിപ്രായങ്ങളിലാണ് ജനങ്ങൾ. और कुछ लोग इस प्रकार कहते हैं कि उसका दवाई आ जाने दो, उसके बाद हम मिलकर आराधना करेंगे। इस प्रकार की अन्य विचारधारा वाले हैं। അപ്പോൾ ഇങ്ങനെയായിരിക്കുമ്പോൾ സഭ എങ്ങോട്ടാണ് പോകേണ്ടത് മുന്നോട്ട്? इस प्रकार जब इस परिस्थितियों के बीच में कलीसिया किस प्रकार आगे की ओर बढ़ना है, അപ്പോൾ ഈ സമയത്താണ് നാം ഒരുമിച്ച് ഉപവാസവും പ്രാർത്ഥനയും ആരാധനയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കർത്താവ് പറയും തീർച്ചയായും. इस परिस्थितियों के बीच में पवित्र जब हम समय उपवास और प्रार्थना में बिताएंगे, तब पवित्र आत्मा हमें अगला कदम किस प्रकार रखना है करके हमें बताती है। ഈ അന്ത്യോക്യ സഭയെ കുറിച്ച് നാം നോക്കുമ്പോൾ अंत्योक्या की इस कलीसिया के बारे में हम जब देखते हैं, ഒരു മിഷനറി ചർച്ചായിട്ട് അല്ലെങ്കിൽ ഒരു മിഷൻ ഓറിയന്റഡ് ചർച്ചായിട്ട് കർത്താവ് അതിനെ മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു. परमेश्वर चाहता है कि ये कलीसिया एक मिशन ओरिएंटेड या इस प्रकार बाहर जाकर सेवा करने वाली एक कलीसिया बन जाए। ഇതുവരെ സംഭവിക്കാത്ത മിഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു മൂവ്മെന്റ്, മിഷൻ മൂവ്മെന്റ് പരിശുദ്ധാത്മാവ് സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. और अभी तक नहीं हुआ इस प्रकार की एक बड़ी सेवका कलीसिया के द्वारा होना चाहिए करके परमेश्वर उस कलीसिया के बारे में इच्छा रखा। ഇന്നും നമ്മുടെ സഭകളെ കുറിച്ച് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് സംശയത്തിലായിരിക്കുമ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നാം ഉപവാസവും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. और आज भी जब हम किस प्रकार आगे बढ़ना है करके इस प्रकार की शंका में जब कलीसिया रहती है, तब अगर हम प्रार्थना और उपवास में समय बिताएं तो पवित्र आत्मा सहायता देकर हमें आगे ले चलने के लिए सामर्थ्य है। അവിടെ എന്താണ് പറയുന്നത്? സെപ്പറേറ്റ് to me Barnabas and Saul for the work that which I called them. और वहां देखिए वहां क्या कहता है कि मेरे निमित्त बरनबास और शाऊल को उस काम के लिए अलग करो जिसके लिए मैंने उन्हें चुना है। അപ്പോൾ ഇതിനു മുമ്പേ ചെയ്തുകൊണ്ടിരുന്നത് ദൈവപ്രവൃത്തി തന്നെയാണ്. इसका अर्थ यह है कि इसके पहले भी परमेश्वर की क्रियाएं वे करते थे, എന്നാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ദൈവാത്മാവ് സഭയിൽ ചിലരെ വേർതിരിക്കുന്നതായിട്ട് നാം കാണുന്നു. अगर हम ये देखते हैं कि एक बड़ी खास परमेश्वर की इस योजना को पूरा करने के लिए पवित्र आत्मा कलीसिया के कुछ लोगों को अलग करता है। God's Spirit wants to endorse, separate, prepare some people for a very particular task of manifesting God's glory. और परमेश्वर पवित्र आत्मा जो है कलीसिया के कुछ लोगों को अलग कर परमेश्वर की कुछ खास योजनाओं को पूरा करने के लिए वे वहां से उन्हें चुन रहा है।
ഞാൻ ഇങ്ങനെ പറയട്ടെ, എല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികളെ വെളിപ്പെടുത്തുവാൻ കർത്താവിന്റെ ആത്മാവ് സഭകളിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. और मैं इस प्रकार कहना चाहूंगा कि सारे द्वार जब बंद रहती है तब पवित्र आत्मा कलीसिया के अंदर कुछ बातों को करने के लिए चाहती है। നാം അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ടോ? क्या हम उसके लिए तैयार हैं? അത് വെറുതെ വരികയില്ല. നാം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് ആ വിഷയങ്ങളെ എടുത്തു പറയത്തുള്ളൂ. वो इस प्रकार आम तौर से नहीं आएगा। जब हम प्रार्थना और उपवास में लगे रहेंगे तभी पवित्र आत्मा उन बातों को उठाकर हमें बताएगा। ഈ ദിവസങ്ങളിൽ ഗാന്ധിധാം സഭയും അങ്ങനെ തന്നെ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. और मैं इन दिनों में इच्छा रखता हूँ, आशा रखता हूँ कि परमेश्वर गांधीधाम की कलीसिया को भी इसी प्रकार उपयोग करे। അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ കൈവച്ച് അവരെ ശുശ്രൂഷയ്ക്കായി അയക്കുന്നതായി നാം കാണുന്നു. और उस प्रकार उपवास और प्रार्थना में जब वे लगे थे तब उनके ऊपर हाथ रखकर प्रार्थना कर उनको अलग करते हुए हम देखते हैं। സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി അല്ലെങ്കിൽ അതിന്റെ നിർബന്ധം, അതിന്റെ കാഴ്ചപ്പാട്, അതിൻ്റെതായിട്ടുള്ള ബേർഡൻ പരിശുദ്ധാത്മാവ് നൽകിയാൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ. तो समाचार की सेवकाई के लिए जो बुलावट है, उस जो बुलावट अगर वो सफल होना है तो पवित्र आत्मा बुलाएगा तो ही उसका दर्शन और उसका उस क्रियाएं, उस सेवकाई सफल होगी। ആമേൻ. 4ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, they are being sent out by the Holy Spirit. और 4th वचन में हम पढ़ते हैं कि पवित्र आत्मा के द्वारा वे भेजे गए। അപ്പോൾ സഭയല്ല അവരെ അയക്കുന്നത്, സഭ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിനാൽ അയക്കുന്നത് പരിശുദ്ധാത്മാവാണ്. अर्थात कलीसिया उन्हें भेज नहीं रहा है, केवल कलीसिया उनके ऊपर हाथ रखकर प्रार्थना करके उनका अलग कर रहा है, मगर पवित्र आत्मा उनको भेज रहा है। അപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് നാം കാണുന്നു, അവർ സലാമിസ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ദൈവത്തിന്റെ വചനം അവിടെ സിനഗോഗിൽ യഹൂദന്മാരുടെ ഇടയ്ക്ക് പ്രസംഗിക്കുന്നതായി നാം കാണുന്നു. और पहला सेवकाई हम देखते हैं, वे जब सलमीस पर पहुंचे तब वे यहूदियों की आराधनालयों में परमेश्वर के वचन को सुनाते हुए हम देखते हैं। അപ്പോൾ ഇന്നും ഏത് കാര്യത്തിനും ഒരു ചേഞ്ചസ് വരുത്തുവാൻ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. आज के दिन भी कोई भी बात को बदलने की क्षमता और सामर्थ्य केवल परमेश्वर के वचन में ही है। കൾച്ചർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. हमारे रीति रिवाज सब बदल रहा है। നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കൾ വളരുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നായിരിക്കുന്നത്. हम जिस प्रकार चाहते हैं उस प्रकार हमारे बच्चे बढ़ नहीं रहे हैं, उस प्रकार की परिस्थिति में हम आज रहते हैं। എന്നാൽ വചനം പ്രസംഗിക്കുന്നിടത്ത് കർത്താവ് എന്തൊക്കെ മാറ്റങ്ങൾ നാം ആഗ്രഹിക്കുന്ന, അല്ല ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങളെ വചനത്തിൽ കൂടെ കർത്താവിന് വരുത്തുവാൻ കഴിയും. अगर जहां परमेश्वर की वचन बांटा जा रहा है वहां परमेश्वर जो बदलावट चाहता है वो वचन के द्वारा हम कर सकते हैं। അപ്പോൾ ഒരു മിഷനറി ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മിഷൻ ഓറിയന്റഡ് ഒരു സഭയായിട്ട് ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് അന്ത്യോക്യ സഭ ഇവിടെ ആകുന്നതായിട്ട് നാം വായിക്കുന്നത്. एक सेवा करने की भावना इस अंत्योक्या की कलीसिया इस उपवास और प्रार्थना के द्वारा वे पहचान पाए करके हम समझते हैं। ഹല്ലേലൂയ. പലപ്പോഴും നാം പല എന്താണ് നമ്മൾ കണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ തൃപ്തി പ്രാപിച്ച നിലയിലാണ് ഇന്നത്തെ പല സഭകളും ആയിരിക്കുന്നത്. आजकल के कलीसिया जो है वो अपने आप में बहुत तृप्त है अवस्था में रहते हुए हम देखते हैं। എന്നാൽ ലോകം അല്ലെങ്കിൽ ജനങ്ങൾ ദൈവവചനം അറിയുകയും അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയും ചെയ്യേണ്ടത് കർത്താവിന്റെ ഹൃദയമാണ്. मगर परमेश्वर के हृदय की इच्छा यह है कि संसार के सारे और जगहों पर सुसमाचार फैला जाए और लोग उस अंधकार के नाश में से बचाए जाएं। അപ്പോൾ വചനം പ്രസംഗിക്കുമ്പോൾ എപ്പോഴും അത് ഈസി ആയിരിക്കത്തില്ല എന്നുള്ളതാണ് നാം 6ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. 6th वचन में हम इस बात को देखते हैं कि जब परमेश्वर के वचन की सेवकाई किया जाता है तब वो हमेशा आसान नहीं रहता है। 6ാമത്തെ വാക്യത്തിൽ അവർ പാപ്പോസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ they found a sorcerer, a false prophet and a Jew whose name was Bar Jesus എന്നാണ് നാം വായിക്കുന്നത്. और पाफुस जब तक वे पाफुस में पहुंचे तो वहां उन्हें बार यीशु नाम का यहूदी टोना और झूठा भविष्यद्वक्ता मिला। അപ്പോൾ അവിടെ ഒരു ഫാൾസ് പ്രോഫറ്റ് അല്ലെങ്കിൽ ഒരു കള്ളപ്രവാചകൻ തന്റെ പ്രവചനത്തെ അവിടെ പ്രബലമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
और वहां देखिए एक झूठा नबी अपने नबूवत वहां करते हुए हम देखते हैं। ആമേൻ ഹല്ലേലൂയ. എന്നാൽ ദൈവവചനത്തിന് മാത്രമേ അവിടെ സത്യം എന്താണെന്നും ഇത് കള്ളപ്രവചനം ആണെന്നും അവിടെ പ്രൂവ് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. और केवल परमेश्वर का वचन ही ये झूठा संदेश है, ये नबी झूठा है करके स्थापित कर सकता है। ഇന്ന് വചനം പ്രസംഗിക്കാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിൽ കള്ളപ്രവാചകന്മാർ അവരുടേതായിട്ടുള്ള പഠിപ്പീരുകളെ ദേശങ്ങളിൽ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. और आज वचन की सेवकाई नहीं होने के कारण, वचन के अंदर से प्रचार नहीं होने के कारण झूठे भविष्यद्वक्ताएं अपने अपने बातों को, अपने सिखावट को, अपने विषयों को लोगों को सिखाकर गुमराह कर रहा है। നമുക്ക് പോയി ഇവരെ ഒന്നും ചേഞ്ച് ചെയ്യുവാൻ പറ്റത്തില്ല. എന്നാൽ വചനം അവിടെ എല്ലാം ക്രിയ ചെയ്ത് ചേഞ്ചസ് വരുത്തി അശുദ്ധിയെ മാറ്റി സത്യത്തിലേക്ക് ജനങ്ങളെ നയിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. हम जाकर इनको बदल नहीं सकते हैं, मगर परमेश्वर का वचन वहां जाकर इन्हें अपवित्रताई से पवित्रताई की ओर और इन्हें झूठ में से सच्चाई की ओर ले आने की सामर्थ्य रखती है। അപ്പോൾ വചനത്തിന്റെ വെളിച്ചം പ്രാപിച്ച നാം तब ഓരോ സ്ഥലങ്ങളിലും പോയി സത്യവചനത്തെ പ്രസംഗിക്കണം. वचन की उस प्रकाश को पाए हुए हम हर एक जगह जाकर उस वचन की सच्चाई को बांटना है। ആമേൻ ഹല്ലേലൂയ. വചനം പ്രാപിച്ചവരായി മാത്രമല്ല വചനം പറയുന്നവരും ആയിരിക്കണം. केवल वचन प्राप्त किए हुए नहीं बनना चाहिए, मगर वचन को बांटने वाले भी होना चाहिए। അപ്പോൾ വചനം എവിടെ സത്യമായി പ്രസംഗിക്കപ്പെടുന്നോ അവിടെ കള്ളപ്രവചനം അല്ലെങ്കിൽ സോഴ്സറി എന്നുള്ളത് അകന്നു പോകും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. जहाँ वचन सच्चाई रूप से बांटा जाता है वहां देखिए जादू टोना का कोई स्थान नहीं रहता है, झूठा भविष्यद्वक्ताओं के लिए भी कोई जगह नहीं रहता है। ഹല്ലേലൂയ. വചനത്തിന് ഇന്നും ശക്തിയുണ്ട്. ഹല്ലേലൂയ. वचन का आज भी वही सामर्थ है। വചനം സത്യമായി വചനം പരിശുദ്ധാത്മാവ് നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അതേ സീരിയസ്നെസ്സോടുകൂടെ നാം വചനം പ്രസംഗിക്കുമ്പോൾ ദൈവം അവിടെ മാറ്റങ്ങളെ കൊണ്ടുവരുന്നു. और वचन सत्य है, और उसी सत्य वचन को पवित्र आत्मा की उस गंभीरता के साथ जब हम बताते हैं तब पवित्र आत्मा और वचन वहां बड़ी बदलावट को लेके आती है। ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഒരു ഗവർണർ അല്ലെങ്കിൽ ഒരു പ്രോ കൗൺസിൽ, ഒരു ഇന്റലിജന്റ് മാൻ, അവൻ എന്ത് ചെയ്യുന്നു? വചനം കേൾക്കുവാൻ താല്പര്യത്തോടെ അവിടെ ആയിരിക്കുന്നു. वहां 7वें वचन में हम देखते हैं कि एक बुद्धिमान पुरुष परमेश्वर का वचन सुनने के लिए इच्छा के साथ वहां बैठा था। ഹല്ലേലൂയ. ഇന്നും വചനം കേൾക്കുവാനായി ഹൃദയങ്ങൾ തുറക്കപ്പെട്ടവരായി ജനങ്ങൾ പല സ്ഥലങ്ങളിൽ കാത്തുകൊണ്ടിരിക്കുകയാണ്. आज भी देखिए वचन सुनने के लिए अपने हृदयों को खोलकर अनेक जगहों में लोग इंतजार कर रहे हैं, പക്ഷെ പലപ്പോഴും വചനം അവിടെ എത്തിക്കുവാൻ ആൾക്കളില്ല. मगर अक्सर वहां उनके पास तक वचन पहुंचाने के लिए लोग नहीं है। ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല ഒരു പൊസിഷനിലാണ്, 2 ഇന്റലിജന്റ് മാൻ ആണ്, എന്നാൽ വചനത്തിനുള്ള ത്യാഗം അല്ലെങ്കിൽ സത്യം അറിയുവാനുള്ള ആകാംക്ഷയോടെ ആയിരിക്കുന്നു. और उस व्यक्ति के बारे में लिखा है कि वो एक बुद्धिमान व्यक्ति और एक ऊंचा स्तर में रहने वाला व्यक्ति था और वचन सुनने का एक इच्छा के साथ था। ഇന്നും നാം അറിയാത്ത എത്രയോ ഉന്നത സ്ഥാനങ്ങളിലുള്ള പഠിപ്പറിവുള്ള ജനങ്ങൾ സത്യ അന്വേഷികളായി പല സ്ഥലങ്ങളിൽ ആയിരിക്കുന്നു. നാം അവിടെ പോകാത്തത് കൊണ്ട് പലപ്പോഴും നാം അത് അറിയുന്നില്ല. और आज भी इस व्यक्ति के समान अनेक जन इस प्रकार सत्य वचन की खोजी बनकर अन्य जगहों में रहते हैं, हम वहां उनके बीच में नहीं जा पा रहे हैं, इसीलिए हम नहीं जानते हैं। എന്നാൽ വചനം പ്രസംഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്ര എളുപ്പമല്ല. കാര്യം അവിടെ അടുത്ത വാക്യത്തിൽ നാം വായിക്കുമ്പോൾ വചനം പ്രസംഗിക്കുന്നതിനെ തടയുവാൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ വിശ്വാസത്തിൽ ഉറയ്ക്കാതെ വണ്ണം ശത്രുവോട് പ്രവർത്തിക്കുന്നതായി നാം കാണുന്നു. मगर वचन प्रचार करना इतना आसान नहीं है। जैसे हमने पढ़ा अगले वचन में हम देखते हैं कि उस व्यक्ति वचन में दृढ़ता नहीं प्राप्त करने के लिए उसके विरुद्ध शैतान ने बहुत काम किया। അപ്പോൾ പരിശുദ്ധാത്മാവിന് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ തടയുവാൻ കഴിയത്തുള്ളൂ. ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. വചനം ഉറപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ.
इसीलिए पवित्र आत्मा ही केवल इस प्रकार की रुकावटों से हाँ वचन उन लोगों को बचा सकता है और लोगों के हृदय में वचन क्रिया कर सके, उस प्रकार केवल पवित्र आत्मा ही सहायता कर सकती है। ഹാലലൂയ. നാം പ്രസംഗിക്കുമ്പോൾ വചനം പറയുമ്പോൾ ഹാലലൂയ അതിനെ പ്രവൃത്തിയിലാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്നും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. और जब हम वचन सुनते हैं, उस परमेश्वर का वचन हमारे जिंदगी में क्रियाशील बनने के उस सामर्थ्य आज भी कम नहीं हुआ है करके पवित्र आत्मा हमें याद दिलाती है। ആമേൻ. ഹാലലൂയ. 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവിടെ ഒരു ഡിസേണിംഗ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡിസേണിംഗ് ദ സ്പിരിറ്റ്സ് എന്നുള്ള ആ ഒരു ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതായി നാം വായിക്കുന്നു. और 9वें वचन में हम देखते हैं कि पवित्र आत्मा से परिपूर्ण पत्रोस, वहां देखिए वहां एक पवित्र आत्मा की एक वरदान के साथ वहां सेवा करते हुए हम देखते हैं। ആമേൻ. ഇന്നും നമ്മുടെ സഭകളിൽ വളരെ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിൽ ആത്മാക്കളെ വിവേചിക്കുവാനുള്ള വരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. आज भी देखिए कलीसिया की एक कमी यह है कि पवित्र आत्मा के द्वारा लोगों को परखने की एक जो वरदान है वो कलीसिया में कम होते जा रही है। ഹല്ലേലൂയ. പൗലോസ് പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ടപ്പോൾ the discerning gift starts operating about the spirit which is behind the thing which stops the progress of the gospel. और देखिए जब पौलुस वहां पर पवित्र आत्मा से परिपूर्ण होता है, तब उसके अंदर पवित्र आत्मा लोगों को परखने की उस वरदान के द्वारा वहां काम करने लगता है। അവൻ വെറും ആ മനുഷ്യന്റെ മുഖത്തേക്കല്ല നോക്കിയത്, उसने उस व्यक्ति के चेहरे पर आमतौर से नहीं देखा, അവന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാവ് എന്താണെന്നാണ് പൗലോസ് അവിടെ നോക്കുന്നത്. उसके अंदर क्रिया करने वाले उस दुष्टात्मा क्या है करके पौलुस देखता है। അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്, बाहर से जब देखता है तो सब कुछ बराबर दिखता है, എന്നാൽ അകത്തിരിക്കുന്ന ദുഷ്ടത എന്താണെന്ന്, എന്ത് ആത്മാവാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താതെ അല്ലെങ്കിൽ ഡിസേണിംഗിൽ അല്ലാതെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല. मगर अंदर उस व्यक्ति के क्या है, जब तक पवित्र आत्मा हमें प्रकट नहीं करता, नहीं तो पवित्र आत्मा के उस वरदान हमारे अंदर नहीं है, तब तक हमें समझ नहीं पाएगा। ഈ ദിവസങ്ങളിൽ ആ വരങ്ങൾ നാം പ്രാപിക്കണം. സഭയിൽ മാത്രമല്ല, നാം എവിടെ പോകുന്നു ഹല്ലേലൂയ നമുക്ക് തിരിച്ചറിയുവാനുള്ള ദൈവത്തിന്റെ വരം പ്രാപിക്കട്ടെ സഭകൾ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. और मैं प्रार्थना करता हूं कि इन दिनों में केवल कलीसियाओं में नहीं, मगर हमारे अंदर उस वरदान को हम प्राप्त करें कि हम जहां पर भी जाए अन्य लोगों को हम परख सके, देख सके, जान सके। 10-ാമത്തെ വാക്യത്തിൽ അവൻ വളരെ ശക്തമായി വിവേചിച്ച് അവന്റെ ഉള്ള അവസ്ഥയെ പറയുന്നു. और 10वें वचन में हम देखते हैं कि बहुत सामर्थ्य रूप से वो परखते हुए उनकी असली अवस्था को वो बताता है। He says you are full of deceit and all fraud. और वे You कहता are है the son of the devil. You are the enemy of all righteousness. You are perverting the ways of the Lord എന്ന് വളരെ ശക്തമായി അവൻ പറയുന്നു. बहुत सामर्थ्य रूप से कहता है कि ये सारे कपट और सब चतुराई से भरे हुए शैतान की संतान, सकल धर्म की बहरी, क्या तुम प्रभु के सीधे मार्गों को टेढ़ा करना ना छोड़ोगे? ആമേൻ. ഇന്നും സുവിശേഷത്തെ പെർവേർട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. आज भी देखिए सुसमाचार को टेढ़ा करने वाली अनेक बातें हो रही है। അത് എങ്ങനെ വെളിപ്പെടും? वो किस प्रकार പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്കത് വെളിപ്പെടുത്തുള്ളൂ. केवल पवित्र आत्मा जब प्रकट करेगी तभी हम उस बातों को जान सकते हैं, हम ഈ അധികാരം എവിടുന്ന് പ്രാപിക്കുന്നു? और इस अधिकार हम कहां से प्राप्त कर पाएंगे? അയച്ച പരിശുദ്ധാത്മാവ് നമുക്ക് ആ അധികാരം നൽകുന്നു. हमें भेजा हुआ वो पवित्र आत्मा उस अधिकार हमें देती है। അപ്പോൾ വചനത്തിൽ കൂടെ നാം ദൈവത്തിന്റെ സത്യങ്ങളെ പറയുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ നാം പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനെ ബാക്ക് ചെയ്തിട്ട് ആ ഉള്ള അവസ്ഥകളെ വെളിപ്പെടുത്തി കാണിക്കുന്നു. पवित्र आत्मा की सामर्थ्य जब वचन की सच्चाई को जब हम बांटते हैं, तब पवित्र आत्मा जो हमारे अंदर है वो हमें विवेक करने का और उस बातों के सच्चाई को हमें दिखाता है। അപ്പോൾ നാം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ പ്രോ കൗൺസിൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചു, ഈ ശത്രുവിന്റെ തടസ്സങ്ങൾ അവിടെ മാറിപ്പോയി എന്നാണ് നാം വായിക്കുന്നത്.
और देखिए 12वीं वचन हम देखते हैं कि तब उस सुबह ने जो हुआ था और उसे देखकर और प्रभु के उपदेश से चकित होकर विश्वास किया। ഹല്ലേലൂയ. ഇന്നും അങ്ങനെയുള്ള പല ആത്മാക്കൾ പല സ്ഥലങ്ങളിൽ കാത്തിരിക്കുകയാണ്. और देखिए आज भी इस प्रकार के लोग अनेक जगहों में इंतजार कर रहे हैं। ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് സഭയെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. इस प्रकार के एक सेवकाई के लिए कलीसिया को परमेश्वर ने बुलाया है। ഇവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റീസ് അവിടെ വെളിപ്പെടുത്തില്ലായിരുന്നു. अगर कलीसिया उस समय उपवास और प्रार्थना नहीं करते तो इस प्रकार की सेवकाई वहां दिखाई नहीं पड़ता। ഇന്ന് സഭകളിൽ ആമേൻ ഇങ്ങനെയുള്ള വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ. ആമേൻ ദൈവം ജനങ്ങളെ പുറത്തോട്ട് അയക്കട്ടെ. ഹല്ലേലൂയ. ഹൃദയങ്ങളെ വചനത്താൽ നിറച്ച് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. और हम प्रार्थना करेंगे कि इन दिनों में परमेश्वर इस प्रकार की सेवकाइयों से कलीसिया को भर दे, लोगों को बाहर भेजे और अन्य लोगों को विवेक करने का उस वरदान से परमेश्वर कलीसिया को भर दे। ഈ പാൻഡമിക്കിന്റെ മധ്യയിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. हम सब इस महामारी के बीच में बैठे हैं। എല്ലാവരും പേടിച്ചിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് സഭയോട് ഇങ്ങനെ പറയുന്നത്. സഭ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. तब जब भयभीत होकर रहते हैं तब देखिए पवित्र आत्मा कलीसिया से कहता है कि परमेश्वर कलीसिया के प्रति कुछ योजना रखा है। ആമേൻ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നാണ് പരിശുദ്ധാത്മാവ് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. पवित्र आत्मा कलीसिया के बारे में यह इच्छा रखती है कि मैं मेरे कलीसिया को बनाऊंगा और अधोलोक के फाटक उस पर विजय या प्रभुता नहीं कर पाएगी। അത് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് അവർ യാത്ര ചെയ്യുന്നു. और उसके बाद देखिए अभी अगला जगह की ओर वे मुसाफरी शुरू किए। അപ്പോൾ ഫസ്റ്റ് മിഷണറി യാത്രയിൽ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ച് അവിടം വെച്ച് ശുശ്രൂഷ കഴിയുമല്ല, അടുത്ത സ്ഥലങ്ങളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. तो देखिए हम इनके पहले सेवकाई के इस स्थल के बारे में हमने सीखा, मगर उनके सेवकाई वहां खत्म करके वे लौट नहीं रहे हैं। अगला सेवकाई के लिए वे दूसरे जगह की ओर निकल पड़ रहे हैं। ആരാണ് ഇവരെ നയിക്കുന്നത്? इन्हें कौन चला रहा है? പരിശുദ്ധാത്മാവ്. पवित्र आत्मा। പരിശുദ്ധാത്മാവിന്റെ കാഴ്ച അനുസരിച്ച് അവർ ഓരോ സ്ഥലങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. पवित्र आत्मा के नियुक्ति के अनुसार वे एक एक जगह की ओर जा रहे हैं। ഇന്നും സഭ പരിശുദ്ധാത്മാവിന് അതുപോലെ കീഴ്പ്പെട്ടാൽ ദൈവം അയക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തനം നമ്മളിൽ കൂടെ നടത്തുവാൻ ദൈവത്തിന് കഴിവുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. और आज भी मैं यकीन करता हूं कि कलीसिया अगर पवित्र आत्मा के अधीन में रहे, अपने आप को समर्पण करे, तो उसी पहले सदी के समान पवित्र आत्मा कलीसिया को उसी सामर्थ्य से चला सकती है। നാം അടുത്തതായി 14ാമത്തെ വാക്യത്തിൽ വേറൊരു സ്ഥലത്തെ കുറിച്ച് വായിക്കുന്നു. और अगला 14वीं वचन में हम अगला एक जगह के बारे में पढ़ते हैं। അത് വായിച്ചട്ടെ ഹിന്ദിയില്. और पिरगा से आगे बढ़कर वे पिसिदिया के अंतुकिया में पहुंचे और सख्त के एक दिन सबत के दिन आराधनालय में जाकर बैठ गए। അപ്പോൾ ഇവർ രണ്ടുപേരും അടുത്ത സ്ഥലത്തിലേക്ക് പോകുന്നു. അവിടെയുള്ള ഒരു ആരാധന സ്ഥലത്ത് അവർ പോയി അവിടെ അടങ്ങിയിരിക്കുന്നു. वहां देखिए अगला एक जगह पर वे जा रहे हैं और वहां के एक आराधनालय में जाकर बैठ गए। അവര് പ്രസംഗിക്കാൻ പോയതാണ്, എന്നാൽ അവരുടെ അവസരം വരാനായിട്ട് പരിശുദ്ധാത്മാവിൽ കാത്തിരിക്കുകയാണ് അവിടെ. वे प्रचार करने के लिए वहां गए, मगर उनका मौका आए या समय आए उसके इंतजार में वे बाट जो रहे हैं। 15 നാം വായിക്കുന്നു, അവരവിടെ റീഡിംഗ് ഓഫ് ദ ലോ ആൻഡ് ദ പ്രോഫിറ്റ്സ് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നു, ഏതെങ്കിലും വചനം is there any word of exhortation for the people എന്ന് ചോദിക്കുന്നു. और देखिए 15वें वचन में हम पढ़ते हैं, और व्यवस्था और भविष्यद्वक्ताओं की पुस्तकों से पढ़ने के बाद सभा के सरदारों ने उनके पास कहला भेजा कि हे भाइयों, यदि लोगों के उपदेश के लिए तुम्हारे मन में कोई बात हो तो कहो। ഹല്ലേലൂയ. അപ്പോൾ പലരും വായിക്കുന്നുണ്ട് ദൈവവചനം. वहां देखिए वहां व्यवस्था तो पढ़ रहा है, എന്നാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. मगर जो पढ़ रहा है वो जो क्या पढ़ रहा है उसका अर्थ वे समझ नहीं पा रहे हैं। എന്ത് ഉദ്ദേശത്തോട് വചനം സത്യമായി വെളിപ്പെട്ടോ അത് പലർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജനങ്ങളായിരിക്കുന്നത്. जिस उद्देश्य के साथ वचन सत्य रूप में प्रकट हुआ
उस उद्देश्य को अनेक जगह पे लोग समझ नहीं पा रहे हैं, इस प्रकार की अवस्था में रहते हैं। എന്നാൽ ചെന്ന ദൈവദാസന്മാർ ആ തരുണം ഉപയോഗിച്ച് ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ വചനത്തിന്റെ സത്യങ്ങളെ അവിടെ വെളിപ്പെടുത്തുന്നതായി നാം കാണുന്നു. अगर देखिए परमेश्वर के सेवक उस समयों को उपयोग करते हुए परमेश्वर की आत्मा के द्वारा परमेश्वर की इस वचन के सच्चाई को बांटते हुए हम देखते हैं। ഹല്ലേലൂയ. നാമും ഒരു സത്യം മനസ്സിലാക്കേണ്ടത്, നാം ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിലായിരിക്കുമ്പോൾ, നാം പ്രിപ്പയർഡ് ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് സന്ദർഭങ്ങൾ തരും. ആ സന്ദർഭങ്ങൾ ഉപയോഗിച്ച് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ട്. हमें भी एक सच्चाई जानना जरूरी है कि हम जब परमेश्वर की पवित्र आत्मा के अधीन में रहते हैं, जब हम उसकी वचन बांटते हैं, तब हमें भी पवित्र आत्मा मौका देगी और नियुक्ति देगी किस प्रकार और कब और कहाँ परमेश्वर की वचन बांटना है, और उस मौके का हमें देखकर तुरंत वहां सेवकाई करना है। എത്ര സന്ദർഭങ്ങൾ നമുക്ക് കിട്ടുന്നു, നാം അത് ഉപയോഗിക്കുന്നുണ്ടോ കർത്താവിന് വേണ്ടി? इतना मौका हमें मिलने पर भी क्या हम परमेश्वर के लिए उन मौकों को उपयोग करते हैं? നാം വചനം പഠിച്ച് നാം അതിനകത്ത് വളരെ അറിവ് പ്രാപിക്കുന്നുണ്ട്. हम वचन सीख कर हम उसमें ज्यादा ज्ञान तो बटोर लेते हैं, എന്നാൽ ആ വചനം മറ്റുള്ളവർക്ക് പറയുവാൻ കഴിയുന്നുണ്ടോ? मगर क्या उस वचन हम अन्यों को औरों को बांट पा रहे हैं? നാം ഇവിടെ വായിച്ചത് എന്താണ്? വചനത്തിൽ നിന്നാണ് ആ ആരാധനാലയത്തിൽ വായിച്ചു. എന്നാൽ അതിനെക്കുറിച്ചുള്ള ജീവന്റെ ഒരു വെളിപ്പാട് കൊടുക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ഇങ്ങനെ. हमने यहाँ वही पढ़ा कि वहां उस आराधनालय में व्यवस्था और उस परमेश्वर के वचन से पढ़ा, मगर उसके अंदर के उस जीवन के सच्चाइयों को वहां समझ नहीं पाए, और इसीलिए उनसे कहा कि आप इनमें से हमें समझाओ। ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നാം പ്രാപിച്ചിരിക്കുന്ന വെളിച്ചം അല്ലെങ്കിൽ സത്യത്തിനെ മറ്റുള്ളവർക്ക് പറയുവാൻ നമ്മളെ ബലപ്പെടുത്തുന്നു. ആ കിട്ടുന്ന സന്ദർഭങ്ങൾ നാം അതിനുവേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവ് പറയുന്നു. और इसीलिए हमारे अंदर रहने वाली उस पवित्र आत्मा, हमने पाया हुआ उस परमेश्वर के वचन की सच्चाई और प्रकाशन को अन्य लोगों को बांटने के लिए, बताने के लिए, समझाने के लिए हमें सहायता करती है, और उन मौकाओं को हमें उपयोग करना है। ആമേൻ. പലപ്പോഴും നമുക്ക് സന്ദർഭങ്ങൾ കിട്ടിയും നമ്മളത് ഉപയോഗിക്കുവാൻ കഴിയാതെ അത് നഷ്ടപ്പെട്ടവരായി ആയിരിക്കുന്നു. अक्सर हमें जब मौका मिलता है हम उसका उपयोग नहीं करते हैं, और उस प्रकार की मौकाओं को हम खो बैठते हैं। ഓ, എന്നെ കൊണ്ട് കഴിയത്തില്ല, മറ്റുള്ളവർ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് നാം പറഞ്ഞിരിക്കുകയാണ്. हम इस प्रकार की बहाना बनाते हैं कि हम मेरे से नहीं होगा, और लोग कोई करके आगे निकल जाए। അപ്പോൾ പൗലോസിന്റെ പ്രസംഗത്തെക്കുറിച്ച് നാം 41-ാമത്തെ വാക്യം വരെ വലിയൊരു പ്രസംഗമാണ് അവിടെ കാണുന്നത്. और 41वीं वचन तक देखिए पौलुस का उस प्रचार हम देखते हैं। ഇത്ര വളരെ ഒരു ലെങ്തി ഒരു മെസ്സേജ് ആണ്, എന്നാൽ ജനങ്ങൾ അവിടെ ശ്രദ്ധിച്ചു കേൾക്കുന്നു. इतना लंबा एक प्रचार वहां पौलुस करते हुए हम देखते हैं, मगर लोग बड़ी ध्यान से उसके बात को सुन रहा है। വളരെ വർഷങ്ങളായുള്ള ചരിത്രത്തിൽ കൂടെ യേശു ആരെന്ന് അവിടെ അവൻ പ്രൂവ് ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. अनेक सालों के उस इतिहास के द्वारा यीशु कौन है करके वहां स्थापित करते हुए हम देखते हैं। ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നാം പ്രാപിച്ചിരിക്കുന്ന വചനത്തിന്റെ അറിവിൽ യേശു ആരാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ നാം സമർത്ഥരായിരിക്കണം. हमने जो वचन का प्रकाशन प्राप्त किया है उसके द्वारा यीशु कौन है करके हमें औरों को समझाने की बात और क्षमता हमारे अंदर होना चाहिए। നമുക്ക് പ്രായമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. हम इस प्रकार बढ़ रहे हैं, उम्र हो रहा है। ചിലപ്പോൾ 30, 40, 50 വർഷത്തെ പഴക്കം നമുക്കുണ്ട്. हो सकता है 30, 40, 50 साल हम इसके अंदर पुराने बन गए हैं। പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ നാം ചിലപ്പോൾ വളരെ പഴക്കമുള്ളവരാണ്. पेंटिकोस के अनुभव में हम हो सकते हैं बहुत पुराने लोग होंगे। എന്നാൽ ആത്മാവ് നയിക്കുന്ന പോലെ നാം കിട്ടുന്ന സന്ദർഭങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ? मगर क्या जिस प्रकार आत्मा की अगुवाई के अनुसार मिलने वाली उस मौकाओं का हम उपयोग कर पाते हैं? പൗലോസിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ നാം ചില കാര്യങ്ങൾ കാണുന്നു. പെട്ടെന്ന് ഞാനത് പറഞ്ഞു നിർത്തട്ടെ. और प्रेरित पौलुस का उस प्रचार के बाद कुछ बातों को हम देखते हैं, जल्दी से मैं बताकर बंद करना चाहूंगा। 42-ാമത്തെ വാക്യത്തിൽ 42वें वचन में യാ उनके बाहर निकलते समय
लोग उनसे विनती करने लगे कि अगला सबत के दिन हमें ये बात फिर सुनाई जाए। ആമേൻ. അപ്പോൾ യഹൂദന്മാരുടെ ആരാധന സ്ഥലത്തിലാണ് ഈ പ്രസംഗം നടക്കുന്നത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. हम पढ़ सकते हैं कि यहूदियों के उस आराधनालय में इस सेवकाई हो रहा है। എന്നാൽ അതിന്റെ ഇടയ്ക്ക് ചില പുറജാതികൾ അവിടെ വന്നിരുന്നു, അവരും വചനം കേട്ടു എന്ന് നാം അവിടെ മനസ്സിലാക്കുന്നു. हम समझते हैं कि उनके बीच में अन्य जाति के लोग भी आकर बैठे थे और वे भी उस वचन को सुना। അവർ വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെട്ടു. അവര് യഹൂദന്മാർ അവിടുന്ന് നീങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് പറയുന്നു, ഞങ്ങൾക്ക് ഇനി അടുത്ത ശബത്തിലും ഈ വചനം നിങ്ങൾ പ്രസംഗിക്കണം. और जब समय हो गया तो वहां के यहूदी वहां से जब निकल गए तब ये लोग वापस उनसे कहते हैं कि हमें अगले सबत के दिन भी ये बातों को सुनाया जाए। അപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. अभी देखिए, हम समझते हैं कि पवित्र आत्मा हृदयों को तैयार कर दिया है। നാം ചിലപ്പോൾ പ്രസംഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നാം അല്ലെങ്കിൽ പറയുന്നതെല്ലാം ആൾക്കാർ ഗ്രഹിക്കത്തില്ല. എന്നാൽ ഹൃദയങ്ങൾ തുറക്കപ്പെട്ട ഹൃദയങ്ങൾ ദൈവവചനം സ്വീകരിക്കും. हम जहाँ हर जगहों में जहाँ प्रचार करते हैं, सब जगह हो सकता है स्वीकार लोग इस प्रकार प्रचार को, संदेश को लोग स्वीकार नहीं करेंगे, मगर अगर पवित्र आत्मा हृदय खोलेगी तो वचनों को वे स्वीकार कर पाएंगे। ആമേൻ. ഇന്നും ഹൃദയങ്ങളെ തുറക്കുന്ന വചനത്തിനായി ദാഹമുള്ള ഹൃദയങ്ങളെ തുറക്കുന്ന പരിശുദ്ധാത്മാവിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. आज भी उस प्यास वाली हृदयों को खोलने वाली सामर्थ्य उस पवित्र आत्मा के लिए हम धन्यवाद करेंगे। നാം അവിടെ കാണുമ്പോൾ അടുത്ത ആഴ്ചയും പൗലോസ് അവിടെ വന്ന് വചനത്തിൽ കൂടെ സംസാരിക്കുന്നതായിട്ട് 44-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. 44वें वचन में हम देखते हैं कि अगले सबत के दिन नगर के प्रेरित पौलुस वहां आकर वचन बांटते हुए हम देखते हैं। ഹല്ലേലൂയ. ഒരു പട്ടണത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ, ജനങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റുവാൻ സഭയ്ക്ക് കഴിയത്തില്ലെന്നാൽ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്നുള്ളത് ഒരിക്കൽ കൂടെ അവിടെ പ്രൂവ് ചെയ്യുന്നു. और यहाँ फिर एक बार इस बात को स्थापित कर दिया है कि एक कलीसिया कभी भी एक शहर को बदल नहीं सकता है, मगर पवित्र आत्मा बदल सकती है। ആമേൻ. നാം അടുത്തതായിട്ട് നാം വായിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുന്നതായിട്ട് നാം വായിക്കുന്നു. 46-ാമത്തെ വാക്യത്തിൽ 46वें वचन में हम देखते हैं कि एक छोटा सा संकट वहां पैदा हो जाता है। तब पौलुस और बरनबास ने निडर होकर कहा, अवश्य था कि परमेश्वर का वचन पहले तुम्हें सुनाया जाता, परंतु जबकि तुम उससे दूर करते हो और अपने को अनंत जीवन के योग्य नहीं ठहराते, तो देखो हम अन्य जातियों की ओर फिरते हैं। Amen. The mission towards the Gentiles or the missionary movement is starting to other nations or other people. वहां देखिए, सेवकाई जो है वो अन्य जातियों की ओर मुड़ रहा है और फैल रहा है। Amen. പലപ്പോഴും നാം ഒരു 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 ബൗണ്ടറി വെച്ചാണ് പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകൾ സംഭവിക്കുന്നത്. अक्सर हमारी जो सेवकाई है वो सीमा रहित है, सीमा के अंदर रहती है। അന്ത്യോക്യ സഭയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ പദ്ധതി സുവിശേഷം സകല സ്ഥലങ്ങളിൽ എത്തുവാനായി കർത്താവ് ആഗ്രഹിച്ചത് ഇതാ ഇവിടെ നടക്കുന്നതായി നാം കാണുന്നു. अंत्योक्या की कलीसिया में देखिए, उपवास सहित प्रार्थना में जब कलीसिया लगी थी तो परमेश्वर की जो इच्छा, सुसमाचार सब जगह बांटा जाना चाहिए, फैला जाना चाहिए करके जो परमेश्वर की इच्छा है, इन वचनों में पूरा होते हुए हम देखते हैं। ഒരു മിഷണറി മൂവ്മെന്റ് തന്നെ ദേശങ്ങളോട് സുവിശേഷം നൽകുവാനായി, അന്ധകാരത്തിൽ ഇരിക്കുന്ന ജനങ്ങൾക്ക് വെളിച്ചം പകരുവാനായി കർത്താവിന്റെ ആലോചന ആ സഭയിൽ കൂടെ നടക്കുന്നതായി നാം വായിക്കുന്നു. हम देखते हैं कि एक बड़ी सेवकाई के लिए परमेश्वर की उस सुसमाचार को फैलाया जाने का एक बड़ी सेवकाई और परमेश्वर की उस वाणी उस कलीसिया के द्वारा, इच्छा कलीसिया के द्वारा पूरा होते हुए हम देखते हैं। കർത്താവ് എത്രയും പെട്ടെന്ന് വരുമെന്ന് നാം വിശ്വസിക്കുകയാണല്ലോ. हम विश्वास करते हैं कि मसीह जल्दी वापस आएगा। അതിനായി നാം ഒരുങ്ങി കാത്തിരിക്കുകയാണല്ലോ. हम उसके लिए तैयार होकर बाट जोते हैं। എന്നാൽ സുവിശേഷം സകല ജനങ്ങളുടെ ഇടയ്ക്കും എത്തിയില്ലെങ്കിൽ എങ്ങനെയാണ് കർത്താവ് വരുന്നത്? मगर अगर सुसमाचार सारे जगहों पर अन्य जातियों के बीच में नहीं पहुंचता है तो मसीह किस प्रकार आएगा? അത് 47 നാം അത് വായിക്കുന്നു. और अगला वचन में हम पढ़ते हैं, क्योंकि प्रभु ने हमें यह आज्ञा दी है, मैंने तो तुझे अन्य जातियों के लिए ज्योति ठहराया है, ताकि तू पृथ्वी की चोर तक उद्धार का द्वार हो। അപ്പോൾ ഒരു സഭയുടെ മിഷൻ ഇതാണ്, preaching even to the ends of the earth.
And I have made you a light to the Gentiles. और कलीसिया का उद्देश्य ये होना चाहिए कि परमेश्वर का वचन पृथ्वी के हर छोर तक पहुंचाए और अन्य जातियों के बीच में से मैंने तुम्हें चुना है। സഭ അതിന് തയ്യാറാണോ? क्या कलीसिया इसके लिए तैयार है? പരിശുദ്ധാത്മാവ് പറയുന്ന പ്രവൃത്തി ഇന്ന് ചെയ്യുവാൻ മനസ്സുണ്ടോ? पवित्र आत्मा कहने वाली उस बातों को मानने के लिए क्या कलीसिया तैयार है? നാം അതിനുവേണ്ടി ഒരുങ്ങി ദൈവസന്നിധിയിൽ ഒരു നിയോഗത്തിന് വേണ്ടി കാത്തിരുന്നാൽ കർത്താവ് ചില കാര്യങ്ങളെ ഈ ദിവസങ്ങളിൽ ചെയ്യും. हम उसके लिए तैयार होकर परमेश्वर के सन्मुख में बाट जोएंगे तो परमेश्वर इन दिनों में कुछ बातें करेगा। 3 വാക്യങ്ങൾ വായിച്ച് ഞാൻ അവിടെ നിർത്താം. 48, 49, 52 വാക്യങ്ങൾ. यह 3 वचन में पढ़कर बंद करना चाहूंगा, 48, 39 और 52 वचन। यह सुनकर अन्य जाति आनंदित हुए और परमेश्वर के वचन की बड़ाई करने लगे और जितने अनंत जीवन के लिए ठहराए गए थे उन्होंने विश्वास किया। तब प्रभु का वचन उस सारे देश में फैलने लगा और चेले आनंद से और पवित्र आत्मा से परिपूर्ण होते रहे। ആമേൻ. ദൈവത്തിന്റെ ഉദ്ദേശം ഇതാണ് ഇന്നും. आज भी परमेश्वर का योजना यही है। ഇത് അന്നത്തെ മാത്രമല്ല, ये उस दिन की केवल नहीं, ഇന്നും കർത്താവ് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇതാണ്. आज भी परमेश्वर कलीसिया के लिए यही इच्छा रखता है। സഭയിൽ പലരും ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം അനുസരിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരുണ്ട്. और कलीसिया में अनेक जन पवित्र आत्मा की उस नियुक्ति के अनुसार फायदेमंद होने का जरूरी है। ആമേൻ. അവിടെ നാം നോക്കുമ്പോൾ പുറജാതികൾ സന്തോഷത്തോടുകൂടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അവർ വചനത്തെ സ്വീകരിച്ചു, അവർക്ക് നിത്യജീവൻ പ്രാപിച്ചു എന്ന് നാം വായിക്കുന്നു. पढ़ते हैं कि अन्य जाति आनंदित होकर परमेश्वर के वचन की बड़ाई करने लगे और वे जितने अनंत जीवन के लिए ठहराए गए थे उन्हें पर उन्होंने विश्वास किया। അപ്പോൾ ഇന്നും ഒരു മനുഷ്യന്റെ അവസ്ഥയിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആനന്ദം വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. और आज भी मनुष्य की उस परिस्थिति में एक आनंद उसे महसूस करना है तो केवल पवित्र आत्मा के द्वारा, परमेश्वर के वचन के द्वारा ही वो संभव है। ദൈവത്തിന്റെ വചനം സകല സ്ഥലങ്ങളിലും വ്യാപിച്ചു എന്നാണ് നാം വായിക്കുന്നത്. हम पढ़ते हैं कि परमेश्वर का वचन सारे देश में फैलने लगा। ഹല്ലേലൂയ. ശിഷ്യന്മാർ they were filled with joy and with the Holy Spirit. और चेले देखिए आनंद से भरपूर परिपूर्ण हो गए। അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ആ നിറവിന്റെ അനുഭവം വരണമെന്നുണ്ടെങ്കിൽ സുവിശേഷത്തിന് അല്ലെങ്കിൽ വചനത്തിൽ കൂടെ മാത്രമേ അതിന്റെ പൂർണ്ണതയിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. हमारे अंदर भी इस प्रकार एक जिंदगी अगर हमारे भी इस प्रकार की परिपूर्णता में आना है तो केवल परमेश्वर के वचन के द्वारा ही वो संभव है। വചനം എത്രയും വ്യാപിക്കുന്നോ അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവും വ്യാപിച്ചുകൊണ്ടിരിക്കും. और परमेश्वर का वचन जितना फैलता है उतना ही पवित्र आत्मा वहां फैलता है। ഹല്ലേലൂയ. ദൈവം ഈ കാലങ്ങളിലും ആ പ്രവൃത്തി ചെയ്യുവാൻ സഭകളിൽ കൂടെ കർത്താവ് ആഗ്രഹിക്കുന്നു. परमेश्वर इन दिनों में भी उन समयों में किए हुए क्रियाओं को दोहराना ये कलीसिया के द्वारा चाहता है। അപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയായി ഇത് സംഭവിക്കാൻ പോകുന്നത്? हम हो सकते हैं पूछेंगे कि ये किस प्रकार होगा। അതിനുവേണ്ടി കാത്തിരിക്കണം. इसके लिए बाट जोना जरूरी है। അതിനുവേണ്ടി ഉപവസിക്കുകയും ആരാധിക്കുകയും ആരാധന ഒത്തിരി ഉണ്ടെന്ന്, എന്നാൽ അതിനോട് ചേർന്നുള്ള പാഷനേറ്റ് ആയിട്ടുള്ള പ്രാർത്ഥനയും ഉപവാസവും ഇല്ല. और इसके लिए उपवास और आराधना तो बहुत प्रकार के आजकल होते हैं, मगर उसके साथ एक दिलचस्पी वाला प्रार्थना और जोश वाली प्रार्थना होना जरूरी है। ആമേൻ. ദൈവം വചനത്തിനായി സ്ഥലങ്ങളെയും ഹൃദയങ്ങളെയും തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ നിർത്തും. परमेश्वर के वचन फैलने के लिए परमेश्वर हृदयों को और जगहों को खोलने पाए करके उस इच्छा के साथ मेरे वचनों को मैं बंद करता हूँ। എളിയവരായ നമ്മളെയും ഈ ഒരു വലിയ ഒരു സ്ഥാനത്തേക്കാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. हमें भी परमेश्वर ने इस प्रकार की एक बड़ी सेवकाई के लिए बुलाया है। ഗാന്ധിധാം സഭയും ദൈവം അങ്ങനെ തന്നെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. गांधीधाम की कलीसिया को भी उसी प्रकार परमेश्वर उपयोग करे करके मैं कामना करते हुए, मुझे मौका दे हुए हर एक को धन्यवाद करते हुए मेरे बातों को बंद करता हूँ। God bless you.